ഷിരൂരിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ മൂന്നാം ദിനത്തിലും തുടരുകയാണ്. ഗംഗാവലി പുഴയിൽ നേവി സംഘവും ഇപ്പോൾ പരിശോധന നടത്തുന്നു. പുഴയിൽ നിന്ന് ടവറിന്റെ ഭാഗങ്ങൾ ഉയർത്തുന്നതിനിടെ ലക്ഷ്മണന്റെ കടയുടെ ഷീറ്റുകൾ അല്പസമയം മുമ്പ് കണ്ടെത്തി. പുഴയുടെ അടിത്തട്ടിൽ സ്കൂബ സംഘത്തിന്റെ പരിശോധനയും ഇപ്പോൾ നടക്കുകയാണ്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ അല്പസമയത്തിനുള്ളിൽ ഷിരൂരിലെത്തും. മുങ്ങൽ വിദഗ്ധർ ഈശ്വർ മാൽപ്പയുടെ സഹായവും ലഭ്യമാക്കണമെന്നാണ് അർജുന്റെ കുടുംബത്തിന്റെ ആവശ്യം. ദീപക് മലയമ്മ ചേരുന്നുണ്ട്. ദീപക്, ഈ ഈശ്വർ മാൽപ്പയെ തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ? ഈശ്വർ മാൽപ്പയ്ക്കെതിരെ വലിയ രീതിയിൽ ജില്ലാ ഭരണകൂടത്തിലെ യോഗത്തിൽ വിമർശനം ഉയർന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഡ്രഡ്ജിംഗ് നടക്കുന്നതിനിടയിൽ അദ്ദേഹം സ്വന്തം നിലയിൽ തെരച്ചിൽ നടത്തുന്നതും അതുമായി ബന്ധപ്പെട്ട് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ വലിയ ചർച്ചയെന്നാണ് കേൾക്കാൻ കഴിയുന്നത്. പക്ഷേ അതൊന്നും ജില്ലാ ഭരണകൂടം ശ്രദ്ധിക്കേണ്ട വിഷയമല്ലല്ലോ. അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു വിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ? അരുൺ, നിലവിൽ മാൽപ്പെ മടങ്ങി വരുന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ല. മാൽപ്പയോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് അത്തരത്തിലൊരു മടങ്ങിവരവ് ഇല്ല. എന്തിനാണ് ശണ്ട കൂടുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. നിരന്തരം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം നടത്തുന്ന ഡൈവുകൾ, അതിൽ നിന്നുള്ള ചില കണ്ടെത്തലുകൾ അത് പുറത്തേക്ക് പറയുമ്പോൾ ഒരേ സമയം തന്നെ മാധ്യമങ്ങളോട് അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അത് പങ്കുവെക്കുന്നുണ്ട്. അത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ച്. അവർക്ക് ഇന്നലെ ആ സ്കൂട്ടറൊന്നും ഉയർത്തുന്ന കാര്യം ഒരിക്കൽ പോലും അവർ കരുതിയിരുന്നതല്ല. ഏറ്റവും ഒടുവിൽ ക്രെയിൻ എത്തിച്ച് അത് പുറത്തേക്ക് എത്തിക്കേണ്ട സ്ഥിതിവിശേഷം വന്നു. കാരണം ഒരു സ്കൂട്ടർ അതിനിടയിലുണ്ട് എന്നുള്ള കാര്യം വെളിപ്പെട്ടതിന് പിന്നാലെയാണ് അത്തരമൊരു നീക്കം നടത്തേണ്ടി വന്നത്. ഒപ്പം തന്നെ ഈ ടാറ്റ ലോറിയുടെ ക്യാബിൻ്റെ പാർട്ട്, അതിൻ്റെ പ്ലാറ്റ്ഫോം, ഒപ്പം തന്നെ സ്റ്റിയറിംഗ് പാർട്ട് എന്ന് പറയുന്നത് നേരത്തെ ഒരു ഘട്ടത്തിലും മാർക്ക് ചെയ്യപ്പെടാതെ പോയിരിക്കുന്ന ഒരു പ്രദേശത്ത് നിന്നാണ് മാൽപ്പയെ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സംഭവ വികാസങ്ങൾ ഈ മാൽപ്പയെ ഇവിടെ നിർത്തിയാൽ ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയം ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിൽ ഇങ്ങനെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് മാൽപ്പെ എന്നുള്ള ഒരു വിശദീകരണം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. MLA അടക്കം ആ കാര്യം അതേ നിലയിൽ തന്നെ പറയുകയും ചെയ്തതെന്ന് നമ്മൾ കരുതുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും, സജീവമായി തന്നെ ഡ്രഡ്ജിംഗ് പുരോഗമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കാണാത്ത രീതിയിൽ വളരെ ആഴത്തിലേക്ക് കൈകൾ താഴ്ത്തിക്കൊണ്ട് ഹിറ്റാച്ചി ഉപയോഗിച്ച് മണ്ണ് നീക്കം സാധ്യമാക്കുന്നുണ്ട്. അത് നടക്കുന്നത് നേവി സംഘം നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ് 1, പോയിന്റ് 2 എന്ന് പറയുന്ന ആ മേഖലയിലാണ്. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഏതാണ്ട് ആ പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്നതിൽ നിന്ന് ഒരു 10 മീറ്റർ മാറിക്കൊണ്ടാണ് ഇപ്പോൾ മണ്ണ് നീക്കുന്ന നടപടിയുള്ളത്. ഏറെക്കുറെ ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം, അതായത് ഡ്രഡ്ജർ ഇവിടെ എത്തി അതിൻ്റെ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്ത് ഒരു 1.5 മണിക്കൂർ മാത്രം വൈകിട്ട് പ്രവർത്തിച്ചൊരു ദിവസം ഉണ്ടായിരുന്നു. അന്ന് പരിശോധന നടത്തിയത്. അന്ന് ഈ അർജുൻ്റെ ലോറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലെ കയറിൻ്റെ ഭാഗങ്ങൾ, ഒപ്പം തന്നെ ഈ വാട്ടർ കാരിയർ, ഡ്രിങ്കിങ് വാട്ടർ കാരിയറിൻ്റെ ആ പാർട്ട് ഒക്കെ കണ്ടെത്തിയതും ഏറെക്കുറെ ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ആ മേഖല ചുറ്റിപ്പറ്റി ഇപ്പോൾ സജീവമായ ഒരു തെരച്ചിൽ കൂടി നിർണായകമായ വിവരം നൽകുന്നത് നേവി ഇപ്പോൾ ഈ ഡ്രഡ്ജറിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ്. നമുക്ക് ആ വിവരങ്ങൾ കൂടി ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. AK അഭിലാഷ്, ഈ നേവി ഇപ്പോൾ ഈ ഡ്രഡ്ജറിന്റെ നിയന്ത്രണം ഏറ്റെടുത്തോ? ഈ ഡ്രഡ്ജറിന്റെ ഹിറ്റാച്ചി മെഷീൻ വളരെ ആഴത്തിലാണ് ഇപ്പോൾ അവിടെ കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏകദേശം 10-12 അടി താഴ്ചയിലാണ് ഇപ്പോൾ ഹിറ്റാച്ചിയുടെ ഈ ബൂം താഴെ കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മേഖല ഈ കോണ്ടാക്ട് പോയിന്റ് 4 ആണോ 3 ആണോ? ഡോക്ടർ അരുൺകുമാർ, ഇന്ന് രാവിലെ തന്നെ ഈ ഡ്രഡ്ജിംഗ് യൂണിറ്റ് ഉപയോഗിച്ച് ഈ ഡ്രഡ്ജിംഗ് നടത്തിയത് കോണ്ടാക്ട് 3 കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ കോണ്ടാക്ട് 4 കേന്ദ്രീകരിച്ചുമുള്ള തെരച്ചിലായിരുന്നു നടന്നത്. അതിനുശേഷമാണ് നാവിക സംഘം ഇങ്ങോട്ട് എത്തുകയും ഇവിടെ ഒരു പ്രാഥമിക പരിശോധന നടത്തുകയും ചെയ്തത്. അതിന് പിന്നാലെ തന്നെ നാവികസേന ഉദ്യോഗസ്ഥർ ഈ ഡ്രഡ്ജിംഗ് യൂണിറ്റിലേക്ക് കയറുകയും അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ നാവികസേന ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയിരിക്കുന്ന പോയിന്റ് 1, പോയിന്റ് 2 അത് കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു നിർദ്ദേശം ഈ ഡ്രഡ്ജിംഗ് കമ്പനിക്ക് നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡ്രഡ്ജിംഗ് യൂണിറ്റ് ആ ഭാഗത്തേക്ക് നീങ്ങിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇന്നലെ മുതൽ കഴിഞ്ഞ ദിവസങ്ങൾ മുഴുവൻ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ പോയിന്റ് 1, പോയിന്റ് 2 കേന്ദ്രീകരിച്ച് ഒരു തെരച്ചിലും നടക്കുന്നില്ല എന്നുള്ള കാര്യമായിരുന്നു. അത് ഇന്ന് നമ്മൾ ഈ അഭിഷേനിയ കമ്പനി ഉടമകളുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അവിടെ സ്കൂബ ഡൈവേഴ്സ് അവിടെ ഇറങ്ങി തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. അവിടെ ഞങ്ങൾ നടത്തിയ തെരച്ചിലിൽ യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വിശദീകരണമാണ് അവരുടെ ഭാഗത്ത് ഇന്ന് രാവിലെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള തെരച്ചിൽ അവസാനിപ്പിക്കും
അവസാനിപ്പിക്കുന്നു എന്നുള്ള തരത്തിലൊരു മറുപടി കൂടിയാണ് അവരുടെ ഭാഗത്തുണ്ടായത്. എന്നാൽ ഇപ്പോൾ നാവികസേന എത്തിയതോടുകൂടി തന്നെ ഇതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവർ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ആ മേഖലയിലേക്ക് ഡ്രഡ്ജർ നീക്കിക്കൊണ്ട് പരിശോധന നടത്താനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോയിന്റ് 1, പോയിന്റ് 2 കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഈ വേലിയേറ്റമുള്ളത് കൊണ്ട് തന്നെ വലിയ തരത്തിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പോയിന്റ് 1 കേന്ദ്രീകരിച്ച് അതിൻ്റെ കുറച്ചുകൂടി ഭാഗത്തേക്ക് മാറിക്കൊണ്ട് അവിടെ നിന്ന് മണ്ണ് നീക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും വളരെ നിർണായകമായ ഒരു സമയമാണ്, വളരെ നിർണായകമായ ഒരു റിസൾട്ട് അവിടുന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അർജുൻ്റെ ട്രക്കിൽ നിന്നും കണ്ടെത്തിയെന്ന് പറയുന്ന ഹൈഡ്രോളിക് ജാക്കി, അതോടൊപ്പം തന്നെ വാട്ടർ കാരിയർ അതടക്കമുള്ള സാധനങ്ങൾ കണ്ടെത്തിയ ഒരു മേഖല കൂടിയാണിത്. ആ മേഖലയിൽ തന്നെ ട്രക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നാവികസേന ആദ്യം തന്നെ വിലയിരുത്തിയും ആ നിഗമനത്തിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിനും അതോടൊപ്പം തന്നെ SDRF യൂണിറ്റിനും ഒക്കെ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തത്. പക്ഷേ ആ ഭാഗത്തേക്ക് തെരച്ചിൽ ഒരു ഘട്ടത്തിൽ പോലും ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് പോയിട്ടില്ല എന്നുള്ളൊരു വസ്തുത അവിടെ നിലനിൽക്കുന്നു. അതിനുശേഷം നാവികസേന ഇവിടെ വരികയും നാവികസേന അതിൻ്റെ നിയന്ത്രണം, ഡ്രഡ്ജറിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തതോട് മാത്രമാണ് അവിടേക്ക് പോയത്. കഴിഞ്ഞ ദിവസം നമ്മൾ സതീഷ് കൃഷ്ണ സെയിൽ MLA കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പോലും അദ്ദേഹം ആ കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ തയ്യാറായിരുന്നില്ല. ഈ നാവികസേനയ്ക്ക് ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു വിശദീകരണം മാത്രമായിരുന്നു അപ്പോൾ വന്നത്. ഏതായാലും ഇപ്പോൾ നാവികസേന ഇവിടെ എത്തിയിരിക്കുന്നു. അതും 4ാം ദിവസമാണ് നാവികസേന ഇവിടേക്ക് എത്തുന്നത്. അവർ എത്തിയതോടുകൂടി തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഡ്രഡ്ജർ യൂണിറ്റ് അങ്ങോട്ട് നീക്കി അവിടെ തെരച്ചിലിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ നിർണായകമായ ഒരു കാര്യം കൂടിയാണ്. അരുൺ, എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അല്ലേ കെ അഭിലാഷ് നമ്മളും തുടരുന്നത്. ഇന്നലെ നടത്തിയ തെരച്ചിലിൽ നമ്മുടെ ലോറിയുടെ മാത്രം ഭാഗങ്ങൾ കണ്ടെത്തിയില്ല. ഈശ്വർ മാൽപ്പയാണെങ്കിൽ ഇന്നിപ്പം സ്ഥലത്തുമില്ല. SDRFിൻ്റെയും NDRFിൻ്റെയും സംഘങ്ങൾക്ക് പ്രത്യേകം സ്കൂബ ഡൈവേഴ്സും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആകെയുള്ളത് നേവിയുടെ സംഘമാണ്. ഇന്നലെ ഈ മത്സ്യത്തൊഴിലാളികളെ വേണമെങ്കിൽ വിളിക്കാം, ഡൈവ് ചെയ്യാൻ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനുള്ള സാധ്യത നമ്മൾ കാണുന്നുമില്ല. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ സോണാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന, അതിൻ്റെ ദൃശ്യങ്ങളാണെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ കാണുന്നത്. നേവിയുടെ സംഘം ഒരു ബോട്ടിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്.